ഇന്നലെ രാത്രി ഇങ്ങനെ സംഭവം ഉണ്ടായി. നമ്മൾ നേരിട്ട് കണ്ടത് എന്തുവായിരുന്നു സംഭവം? ഞങ്ങൾ ഓടി ചെല്ലുമ്പോ ആ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഒരു 10 പേർക്ക് അത്രയും പേരുണ്ടായിരുന്നുള്ളൂ. ആ ചെല്ലുന്ന സമയത്ത് വണ്ടി തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ കല്ലുകൊണ്ട് ഇടിച്ചിട്ട് ഡോറ് തുറന്ന് ആളെ എടുക്കാൻ പറ്റില്ല. അപ്പൊ ആൾ ഇരിക്കുന്ന വെച്ചാൽ ഇയാളുടെ ഈ ഷോൾഡർ ഇതിന്റെ ഇടയ്ക്ക് ഇരിക്കുക, ഈ ഡോറിന്റെ സീറ്റിന്റെ ഈ ഡോറിന്റെ ഇടയ്ക്ക് ഇരിക്കുക. അയാളെ തട്ടി വിളിച്ചപ്പോൾ അയാൾക്ക് അനക്കമുണ്ട്. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വന്നു, അയാളെ കയറ്റി വിട്ടു. അപ്പൊ തന്നെ അവരെ സ്ത്രീയെ നോക്കിയപ്പോൾ അവര് ബോധമൊന്നും ഇല്ല, അനക്കമില്ല. പൾസ് നോക്കിയപ്പോൾ ഇല്ല. പിന്നെ വണ്ടി വെട്ടിപ്പൊളിച്ചാണോ എങ്ങനെ കൊണ്ടുപോയത്? അതുമല്ലോ വണ്ടി വെട്ടിപ്പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് ഗ്ലാസ് പൊട്ടിച്ച് ഡോറ് തുറന്നു. ഒരു നേഴ്സ് എന്ന നിലയിൽ നമ്മൾ എന്തോ ആദ്യം ചെയ്തത്? പൾസ് ഉണ്ടോ നോക്കി വിളിച്ചു. അപ്പൊ അനക്കമുണ്ട്. രണ്ടുപേരും ഇവിടുന്ന് പോകുമ്പം അനക്കമുണ്ട്. സ്ത്രീക്ക് അനക്കമില്ല. ആ പൾസ് നോക്കിയപ്പോഴോ? സ്ത്രീയുടെ പൾസ് നോക്കിയപ്പോൾ ഇല്ല. അപ്പോൾ സ്പോട്ട് ഡെത്തായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ഇത്രയും വലിയ അപകടം നേരിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു? എങ്കിലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ അപകടം കണ്ടപ്പം അല്ലേ എന്തായിരുന്നു ആദ്യമായിട്ട്? ആദ്യമൊന്ന് പേടിച്ചു, എന്നാലും പിന്നെ ജീവനുണ്ടോ നോക്കാം. അപകടം ഉണ്ടായ സമയത്ത് വലിയ ശബ്ദമായിരുന്നോ? ഭയങ്കര ശബ്ദം കേട്ടിട്ടാ പോകുന്നത്. ഇവിടുന്ന് ഓടി അങ്ങോട്ട് ചെല്ലുകയായിരുന്നു നമ്മളല്ലേ? നിങ്ങളൊക്കെ ഉറങ്ങുന്ന സമയമല്ലായിരുന്നോ അന്നേരം? പള്ളി കഴിഞ്ഞ് വന്ന് കേറിയ സമയമായിരുന്നു. അന്നേരമാണ് ഈ സമയം നടക്കുന്നത്. എല്ലാവരും ജംഗ്ഷനിലുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഷാനവാസ് എന്നെ ഫോൺ ചെയ്യുന്നത്. പെട്ടെന്ന് എനിക്ക് 2 മിനിറ്റ് കാര്യമുള്ളൂ. ഈ കുട്ടിയും ഇവിടുത്തെ എന്റെ കൂട്ടാന്റെ വൈഫും രണ്ടുപേരും ഉണ്ട് സ്പോട്ടിലുണ്ട്. പിന്നെ ഒരു 3-4 പേരും കൂടെ. റോഡെല്ലാം ബ്ലോക്ക് ആയിട്ട് പെട്ടെന്ന് ഫസ്റ്റ് ആംബുലൻസ് വന്നു. പുള്ളി ആദ്യം വിടാൻ പറഞ്ഞു. ജീവനുണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യം പുള്ളിയെ കയറ്റി വിട്ടു. എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പുള്ളി? പറ്റത്തില്ലായിരുന്നു. സീരിയസ് ആണ്. എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആദ്യം കയറ്റി വിട്ടത്. യുവാവ് മദ്യപിക്കുക അങ്ങനെ വല്ലതും? അയാളെ എടുത്ത് പല പേഷ്യൻസിനും നമ്മൾ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വന്ന് ആക്സിഡന്റ് ആയിട്ട് മദ്യപിച്ചവരെ. അപ്പൊ ഇയാളെ എടുക്കുമ്പോൾ അയാൾക്ക് മദ്യപിച്ചതായിട്ടുള്ള സ്മെല്ലൊന്നും ഇല്ല. അങ്ങനല്ല, മദ്യക്കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത പരക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്. പക്ഷെ ഇയാളെ എടുക്കുമ്പോൾ ഇവർക്ക് 2 പേർക്കും സ്മെല്ലൊന്നും ഇല്ലായിരുന്നു. ഇവരെതിരെ കൂടെ വന്നതെന്നൊന്നും നമുക്കറിയാനോ മറ്റ് കാര്യങ്ങളോ ഒന്നും അറിയാൻ വയ്യ. ഈ റൂട്ടാ അല്ല, ആ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് വളഞ്ഞു വന്ന് കയറിയതാണോ എന്ന് വല്ലതും? കേരളത്തില ഈ വാർത്തകളിലെല്ലാം വേറെ അഭിമുഖം പറക്കുന്നുണ്ട്. ഇവര് ടൂർ പോയിട്ട് വന്ന വഴിയിൽ ഇദ്ദേഹം വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഈ പെൺകുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്തോണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവിടെ ഇങ്ങനെയാണ് സംസാരം. കാരണം ഇവരുടെ ഈ സ്ത്രീയുടെ കൂടെ പോയവര് ഒരു ട്രാവലിനകത്ത് അവിടെ ഉണ്ട്. ഓൾറെഡി വന്ന് അവരവിടെ കിടപ്പുണ്ട്. മിനിസ്റ്ററും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു. മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു 10 പിള്ളേരുണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ചാണ് നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളും അറിയുന്നതും കാണുകയും സംസാരിക്കുകയും. ഇവര് തമ്മിൽ അടുപ്പത്തിലായിരുന്നോ വല്ലതും അറിഞ്ഞോ? അവര് പോയിട്ട് വന്ന വണ്ടിയിലെ വണ്ടിയിൽ വിളിച്ച് സമ്മതത്തോടു കൂടി ആയിരിക്കുമല്ലോ പുള്ളി ഓടിച്ച വാഹനത്തിൽ കയറുന്നത്. അല്ലാതെ ബലാത്കാരമായിട്ടൊന്നും പിടിച്ച് കയറ്റുന്നില്ല. ഇതിപ്പോ അങ്ങനെ ഈ ഏഴംകുളത്തുള്ള നാട്ടുകാർക്ക് ഇവരെ കുറിച്ച് ഈ ഹോസ്പിറ്റലിൽ പോയി കിട്ടിയുള്ള അറിവേ ഉള്ളൂ. അല്ലാതെ ആളാരാന്നൊന്നോ പേരെന്തോന്നൊന്നും അറിയില്ല. ഇവർക്ക് എന്തായാലും മരിച്ച അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ട്. ഇപ്പൊ ഒരു ജ്യേഷ്ഠനുണ്ട്. പെൺകുട്ടിക്കോ വല്ലോ അറിഞ്ഞോ? ഒരു ജ്യേഷ്ഠൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു സഹോദരനുണ്ടായിരുന്നു അല്ലേ? അവരെല്ലാം ഞങ്ങളവിടെ കണ്ടു. കുട്ടിയുടെ ഫാദറും ഉണ്ടായിരുന്നു, മകനും ഉണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഈ വലിയൊരു അപകടം നടന്ന ഒരു ഭാഗത്താണ് കുറെ അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഇനിയിപ്പോ അതിനെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കുകയോ എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുക്കാൻ? ജംഗ്ഷനില് ഇപ്പൊ നല്ല ഒരു 4 മാസമായില്ല ഈ സൺഷൈൻ ഈ സൂപ്പർ മാർക്കറ്റിലെ ചേട്ടൻ മരിച്ചിട്ട് ഇതേപോലെ ഒരു വണ്ടി മോഷണ കേസായിരുന്നു. അടൂർന്ന് ബൈക്ക് എടുത്തോണ്ട് വന്ന് സ്പീഡിൽ പോകുന്ന സമയത്ത് ആളെ ഇടിച്ച് തെറിപ്പിച്ച് സ്പോട്ട് ഡെത്താണ്. അന്നേരം ഇനിയിപ്പോൾ എന്തുവായാലും നിങ്ങൾ ഇതിനെതിരെ ഒരു പരാതി തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്തായാലും 2 ജീവൻ രക്ഷിക്കാൻ ആദ്യം ഓടിയെത്തിയ 2 വനിതകളാണ്. അതിനകത്താണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനം. അതാണ് അവിടെ ഓടി ചെല്ലുമ്പോൾ വണ്ടിയുടെ ഭാഗത്തുനിന്ന് നല്ലപോലെ പുകകളൊക്കെ വരുന്നതായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചെല്ലുമ്പോൾ ഡോറൊന്നും തുറക്കാൻ പറ്റുന്നില്ല.
ഓരോ കൂടെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൺകുട്ടികളെല്ലാം കൂടി കല്ലുകൊണ്ട് ഇടിച്ച് ഡോറൊക്കെ തുറന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അതിനുള്ളിൽ. ഒരാൾക്ക് ചെറിയ അനക്കം ഉണ്ടായിരുന്നു. ഒരാൾക്ക് ചെറിയ അനക്കം, അതായത് ഓടിച്ച ഡ്രൈവർക്ക്. കുട്ടിക്ക് അത്ര അനക്കം കുറവായിരുന്നു. ഇദ്ദേഹം നേഴ്സ് കൂടാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ചെയ്യുന്നില്ല. എന്തോ പേര്? നമ്മുടെ പേരോ? ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാണ്. കോന്നി മെഡിക്കൽ കോളേജ്. കോന്നി മെഡിക്കൽ ഷാന. എന്തായാലും 2 നേഴ്സുമാരാണ് ആദ്യം ഓടി ചെല്ലുന്നത് അല്ലേ? ആര്? അഡ്മിറ്റ്. ഓക്കെ 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 ഓക്കെ. എന്തായാലും 2 പേരും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. പോലീസിനെ വിളിച്ച് അപ്പോഴേ തയ്യാറെടുത്ത് അല്ലേ? വിളിച്ചു. പാടാണ്. വന്നു ചെറിയൊരു ലാഗ് അടിച്ചു. രണ്ടുപേരുടെ ഈ കാണുന്ന ഒരു വണ്ടിക്കകത്ത് കയറി ചുറ്റുകൂട്ടി കെറ്റിക്കൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹത്തിന് ഇതേപോലെ കിട്ടുന്നൊരു ഓട്ടോയുടെ പ്ലാറ്റ്ഫോമിൽ കിടത്തിക്കൊണ്ടാണ് പോയത്. അത് എടുത്തോണ്ട് പോകുന്ന സമയത്ത് ഇന്നലെ ഇഞ്ചറി ഉണ്ടായിട്ടുണ്ട്. നിൽക്കാഞ്ഞത് നമ്മളെ ഓരോ ദിവസങ്ങളിലും ഓരോ സ്ഥലത്ത് അപകടങ്ങൾ ഞാൻ ധരിച്ചിട്ടില്ല. അത് ധരിച്ചില്ലെങ്കിലല്ലേ രണ്ടുപേരും ധരിച്ചിട്ടില്ല. ഏകദേശം പ്രായം എന്താ പറയുക? ഏകദേശം ഒരു രണ്ടുപേരും 30-35 രണ്ടുപേരും വരും. പക്ഷെ രാവിലെ മുതൽ വാർത്തകളിൽ വരുന്നത് നിജസ്ഥിതിയല്ല അല്ലേ? പലതും മാറിയും തിരിഞ്ഞൊക്കെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്, പെൺകുട്ടിക്ക് വലിയ ജീവൻ ഉണ്ടായിരുന്നു ഞാൻ കേട്ടു. അദ്ദേഹത്തിന് അനക്കമില്ലായിരുന്നു. ഇദ്ദേഹം മനസ്സിൽ നോക്കിയപ്പോൾ അനക്കമില്ല. പിന്നെ അന്നേരം ഞങ്ങൾ പബ്ലിസിറ്റി പറഞ്ഞതുമില്ല. ചെയ്ത് ഈ അടുത്ത സമയത്ത് ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ദുരന്തം ഈ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. ആർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല. അധികം ബ്ലഡ് പോലും പോയിട്ടില്ല. അയാളുടെ മാത്രമാണ് കുറച്ച് ബ്ലഡ് പോകുന്നത്, തല പൊട്ടിയിട്ട്. കാണാൻ വന്നവരാണ് പിന്നെ വാർത്തകൾ പലതായിട്ട് പ്രചരിച്ചത്. സത്യത്തെ രാവിലെ തൊട്ട് പ്രചരിക്കുന്ന വാർത്തകളിലൊന്നും റിപ്പോർട്ട് ചെയ്യാനല്ല നിങ്ങൾ കൊടുത്തതിലും യാഥാർത്ഥ്യങ്ങൾ കുറവായിരുന്നു. ഞങ്ങൾ വാർത്ത ഇത് ഇങ്ങനൊക്കെ ആയിരുന്നു ഞങ്ങൾ തന്നെ വിചാരിക്കും. അതിശയിച്ചു പോയല്ലേ? നേരിട്ട് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ്. അപ്പൊ ഞങ്ങളോട് എന്തോ പറയേണ്ടത്. നമ്മളറിഞ്ഞ് നമ്മളവിടുന്ന് 10-12 പിള്ളേരെല്ലാം കൂടി ചാടി വന്നു. അന്നപ്പോഴത്തേക്കിന് ആക്സിഡൻറ്റ് വണ്ടിയെല്ലാം കൂടി സൈഡിൽ ഒതുക്കിയിട്ട് അപ്പോഴത്തേക്കിന് ഫയർഫോഴ്സ് ഇത് എല്ലാ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി. ഓൾറെഡി കൊണ്ടുപോയി. അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിക്കകത്ത് നിറയെ ബ്ലഡായിരുന്നു. പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് റോഡ് മൊത്തം ക്ലീൻ ചെയ്ത് അറക്കപ്പൊടി കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മുടെ അടൂർ ഭാഗത്തു നിന്ന് വരുമായിരുന്നു അല്ലേ? ഈ പെണ്ണും ചെറുക്കനും എവിടെ ഏത് ഭാഗത്തു നിന്ന് വരുവാന്ന് പറഞ്ഞു? അടൂരോട്ട് വരുമായിരുന്നു അല്ലേ? ചേട്ടൻ വന്നപ്പോൾ എന്തെങ്കിലും പിന്നെ അതിനെപ്പറ്റി വിവരം വല്ലതും അറിയുമല്ലോ ചെയ്തായിരുന്നോ? അങ്ങനെ അവർ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇടിച്ച് കയറ്റുമായിരുന്നു. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇടിച്ച് കയറ്റിയതാന്ന് പറഞ്ഞു ലോറിയിലോട്ട് അല്ലേ? പെണ്ണിന് ജീവനില്ലായിരുന്നു. എടുത്തപ്പം മറ്റേ ജീവനുണ്ടായിരുന്നു. പറഞ്ഞു ഇതുപോലെ മരിക്കാനേ ആത്മഹത്യ ചെയ്തതാന്ന് അറിഞ്ഞ് അല്ലേ? അല്ല, ആ ചെറുക്കൻ മൊഴി കൊടുത്തോ അന്നേരം പോലീസിന്? പോലീസുകാരല്ല, ഇവിടെ നാട്ടുകാരുണ്ടായിരുന്നു. നാട്ടുകാരോട് പറഞ്ഞു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ വിവരം വല്ലതും അറിഞ്ഞോ? ഇവര് എവിടുത്തുകാരാന്ന് പറയുന്നത്? ഇവര് നൂറിനാടുള്ളതാന്ന് പറഞ്ഞു. ചെറുക്കനോ പെണ്ണോ? ചാരിമൂടി ചെറുക്കനുള്ളത്. ടൂർ പോയിട്ട് വന്നായിരുന്നു എന്ന് പറഞ്ഞു. പോയിട്ട് വന്ന് കുളക്കടയിൽ നിന്ന് വണ്ടി തടഞ്ഞു നിർത്തി വണ്ടിയെ കയറ്റി കൊണ്ടുവന്നാണ് പറഞ്ഞത്. കുളക്കടയിൽ നിന്ന് കുളക്കട ഭാഗത്ത് അവരെങ്ങനെ കറങ്ങി തിരിഞ്ഞൂടെ വന്നേ. അതുകൊണ്ട് ഇടയ്ക്ക് അവര് പറഞ്ഞെന്ന് പറഞ്ഞ് കൂടെയുള്ള സഹപ്രവർത്തകരോട് ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വല്ലാത്തൊരു സംഭവമായി പോയില്ലേ? വല്ലാത്തൊരു സംഭവം. നല്ല സ്പീഡിൽ തന്നെ ഇടിച്ച് കയറ്റുമായിരുന്നു. ചേട്ടൻ്റെ കടയുടെ മുമ്പിലാണല്ലോ ഇത് സംഭവിച്ചത്. ഏകദേശം ഒരു 10:45 കൂടി. അപ്പോൾ കട ക്ലോസ് ചെയ്തതിന് ശേഷം ഉള്ളിൽ കട ക്ലോസ് ചെയ്തെല്ലാം പുറത്തിറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അതിശക്തമായി. അപ്പോൾ എൻ്റെ കൂടെ പണിക്കാരനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഈ ശബ്ദം കേട്ടപ്പോഴേ പറഞ്ഞ ആക്സിഡൻ്റാണ് എന്ന്. വന്ന് നോക്കുമ്പോൾ നല്ല സ്പീഡിലാണ് കാർ വന്നിട്ട് അതുമായിട്ട് ഇതായി. പിന്നെ അന്നേരം ഞങ്ങൾ എൻ്റെ മനസ്സിൽ അന്നേരം പിന്നെ എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുക, അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ ഇവിടെ ഉള്ള നാട്ടുകാരും സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ വന്നു. അതിലൊരു നേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അന്നേരം ഇവരുടെ പൾസൊക്കെ നോക്കി അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള
ആംബുലൻസ് വന്നു. ആദ്യം ഒരു ആംബുലൻസ് വന്നില്ല, ഡ്രൈവറിനെ കൊണ്ടുപോയി. രണ്ടാമത്തെ ആംബുലൻസിൽ ആ സ്ത്രീയെ കൊണ്ടുപോയി. ആരെങ്കിലും സ്പോട്ട് ഡെത്ത് ഉണ്ടായിരുന്നോ? സ്പോട്ട് ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അന്നേരം തന്നെ ഒരു ഏകദേശം അതാണ് അതിന് ഡ്രൈവറിന് ഒരു സ്വല്പം ഇതുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അവരെ ആദ്യം ഈ കൊണ്ടുപോയി. വാഹനം വെട്ടിപ്പൊളിച്ചാന്നോ ചേട്ടാ എടുത്തത്? അങ്ങനെ വാഹനം ഗ്ലാസ് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തത്. ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. ഇവിടെ ഈ പയ്യൻ എന്തോ സംസാരിച്ചെന്ന് പറയുന്നത്, അതിനകത്ത് വാഹനം ഓടിച്ച ആൾ എന്തെങ്കിലും സംസാരിക്കുകയെല്ലാം ചെയ്തായിരുന്നു? അങ്ങനൊന്നും ഇല്ല, ഞാൻ അങ്ങനെ നമ്മൾ കണ്ടില്ല. കാര്യം അവനോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവൻ റിപ്ലൈ ഒന്നും അവനിൽ നിന്നും ഉണ്ടായില്ല അല്ലേ? പേരൊക്കെ പിന്നീട് അറിഞ്ഞതാണ്. അത് അതിൽ നിന്ന് ഐഡന്റിറ്റി കാർഡിലോ ഫോണിനകത്തൊന്ന് നോക്കിയെടുത്തതാണ്. അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം ഇടിച്ച് വണ്ടി കൊണ്ട് കയറ്റിയതാണെന്ന് അല്ലേ? വാഹനം വാഹനം കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ടും അതേ രീതിയിലായിരുന്നല്ലോ കടന്നത്. ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണോ? അതേ ഒരു 4-5 മാസം മുമ്പ് ഇത് സ്കൂട്ടർ തമ്മിൽ ആക്സിഡന്റ് ഉണ്ടായി. അപ്പുറത്തെ കടയിലെ ആ മുതലാളി മരണപ്പെട്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ അല്ലേ? നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയാണ്. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത്. ചേട്ടാ, ഈ കടയിൽ നിൽക്കുമ്പോഴേ ഈ ഒരു വാഹനം നേരെ വന്നതായിട്ടാണോ തോന്നിയത്, അതോ ആ റോഡ് പാസ് ചെയ്ത് വന്നതായിട്ടാണോ? നേരെ വരുമായിരുന്നു. ഇവര് കുളക്കട വെച്ചാണ് ഈ പെങ്കൊച്ചിനെ വഴി തടഞ്ഞിറക്കിയതെന്ന് പറയുന്നത്. അങ്ങനെ വല്ലതും കേട്ടായിരുന്നു? അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ രീതിയിൽ പറയുന്നുണ്ട്. അഭ്യൂഹങ്ങൾ പല രീതിയിൽ വരുന്നുണ്ട്. സത്യമാവാം, അസത്യമാവാം. സത്യമാവാം. എത്ര മണിക്കാ കറക്റ്റ് ഈ കൃത്യം നടന്നത്? 10:45. 10:45 50 ഇടയ്ക്കുള്ള സംഭവമാണ്. എന്തായാലും ചേട്ടൻ കണ്ടതിൽ വെച്ച വലിയൊരു അപകടമായിരുന്നു ഇത് ഇവിടെ. വലിയ അപകടം. അപ്പോൾ തന്നെ നമ്മൾ തന്നെ ഷോക്കായി പോയി. തന്നെയും ഈ ആൾക്കാരെല്ലാം പരമാവധി ആൾക്കാരെ ഞാൻ വിളിച്ചുകൂട്ടി അന്നേരം വേണ്ട നടപടി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ചേട്ടാ അന്നേരം ഉണർന്ന് പ്രവർത്തിച്ചു. അതെ, തീർച്ചയായിട്ടും. ഞാൻ അളിയറുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അന്നേരം തന്നെ എല്ലാം മാക്സിമം ആൾക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി. ലാസ്റ്റ് അടയ്ക്കുന്ന കട ചേട്ടൻ്റെ ആണോ അത്? മിക്കവാറും ലാസ്റ്റ് നമ്മൾ കടയായിരിക്കും അടയ്ക്കുന്നത്. ഇപ്പം ഈ സ്പോട്ട് ഈ സംഭവം നടന്ന ഉടനെ ആദ്യം ഓടിച്ചെല്ലുന്ന ചേട്ടനാണ് അല്ലേ? അതെ, ഞങ്ങൾ 2-3 പേരാണ് ഓടിച്ചെല്ലുന്നത്. ഈ പോലീസും ഫയർഫോഴ്സും ഒക്കെ പിന്നീട് സമയമെടുത്തോ വരാനായിട്ട്? അതോ സ്പോട്ടിന് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഇവർ അന്നേരം എവിടെ ഉള്ളവരാണെന്ന് വല്ലതും അറിയുമല്ലോ ചെയ്തായിരുന്നോ? അന്നേരം തന്നെ ഏകദേശം പയ്യൻ ഇതുപോലെ ചാരുമൂട് ഭാഗത്തുള്ളതാണെന്ന് അറിയാം. ഇല്ല എന്താ പിന്നെ ഹോസ്പിറ്റലില് രണ്ടാമത്തെ ആംബുലൻസ് പോയി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ഉടനെ മിനിസ്റ്റർ അവിടെ എത്തി. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അവിടെ എത്തി. പിന്നെ ഒരു 12:30 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞും മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി പോയിട്ടില്ലായിരുന്നു. മന്ത്രി ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം തൊട്ട് അവസാനം മന്ത്രിയായിരുന്നു അല്ലേ? ചാരമൂടി മന്ത്രിയുടെ അടുത്തുള്ളതായിരുന്നു ഈ പെൺകുട്ടി. നൂറിനാട് ആണല്ലോ സാറിന്റെ വീട്. ഈ സ്ത്രീയുടെ വീട് നൂറിനാടാവല്ലോ. നൂറിനാടാ. അന്നേരം ഇവര് തമ്മിൽ പെട്ടെന്ന് മന്ത്രി തിരിച്ചറിയുകയെല്ലാം ചെയ്തോ? പിന്നെ മന്ത്രി ആ വീട്ടുകാരുമായിട്ടെല്ലാം സംസാരിക്കുകയും മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. 3 മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വരുന്നിടം വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയെന്നറിയത്തില്ല. ഓക്കെ.